ഇന്നത്തേത് ഒരു കിടിലൻ റെസിപ്പിയാണ്. നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റി ആയിട്ടുള്ള ആ റെസിപ്പി ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊന്ന് കണ്ടു നോക്കാം. വീട്ടിലേക്ക് പോവുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. സോയാബീൻ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനത് 1.5 കപ്പ് സോയാബീൻ നല്ല തിളച്ച വെള്ളത്തിലിട്ട് ഒന്നെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിവാക്കിയിട്ട് നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ ഞാനിതാ വെള്ളമൊക്കെ ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് ഒരു പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി ഇടാനും ഒരു 4 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിതിലോട്ട് 2-3 കറിവേപ്പിൻ്റെ കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ ഇതിലോട്ട് മീഡിയം സൈസിലുള്ള സവാള ചെറുതാക്കിയിട്ട് കട്ടാക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ കുറച്ച് പൊടികൾ എടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാലയും മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചധികം ഞാൻ എടുത്തിട്ടുള്ളത് മല്ലിപ്പൊടിയാണ്. കുറച്ച് മല്ലിയുടെ ഇലയും പുതിനയുടെ ഇലയും കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുക്കുന്നത് 1 കപ്പ് കോൺഫ്ലവറാണ്. സെയിം അളവിൽ മൈദ കൂടി നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി മൈദ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ കുഴച്ചതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് കയ്യിലിതുപോലെ കുറേശ്ശായിട്ട് എടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അടിഭാഗം ഒന്ന് റെഡിയായിട്ട് കിട്ടിയാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയിട്ട് ഒന്ന് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ബാക്കി കൂടി ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കബാബാണിത്. അപ്പം നമുക്കിതുപോലെ തന്നെ ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണിത്. ഇത് നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ചോറിലേക്കൊക്കെ കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമായിട്ടുള്ള സപ്പോർട്ടൊക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്. ഓക്കെ.